ഓം നമോ കൃഷ്ണായ ഗോവിന്ദായ നമഃ. എന്താണ് ഭക്തി? എന്താണ് മുക്തി? ഭഗവാനിൽ നിന്നും മനസ്സിലാക്കുക. പവിത്രമായ പ്രവൃത്തിയാണ് ഭക്തി. എന്താണ് പവിത്രമായ പ്രവൃത്തി? മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇവ മൂന്നും ഭക്തിക്ക് ആധാരമാണ്. എന്താണോ മനസ്സിലുള്ളത് അത് പറയുക. പറയുന്നത് ഭഗവാന്റെ അർച്ചനയ്ക്കായി തൻ്റെ നിയതകർമ്മം ചെയ്യുന്നു. അതാണ് ഭക്തി. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, അർജുന, എപ്പോഴാണോ ഭീഷ്മരും ദ്രോണരും എല്ലാം ദുര്യോധൻ്റെ ഭാഗമാകുന്നത് അപ്പോൾ മുതൽ അവരുടെ മാഹാത്മ്യം നഷ്ടപ്പെട്ടു. മുമ്പ് കാണിച്ചതുപോലെ ദയ പാണ്ഡവരോട് കാണിക്കരുത് എന്ന ദുര്യോധനൻ്റെ വാക്ക് മനസ്സുകൊണ്ട് ഭീഷ്മരും ദ്രോണരും തുടങ്ങിയ മഹാത്മാക്കൾ പാണ്ഡവരുടെ വിജയം രക്ഷിക്കുന്നു എന്നാണ്. പ്രഹ്ലാദൻ, നാരദൻ, ഹനുമാൻ തുടങ്ങി നിരവധി ഭക്തന്മാർ അവരുടെ വാക്ക്, പ്രവൃത്തി എല്ലാം ഭഗവാന് വേണ്ടി അർപ്പിച്ചു ഭക്തരായി. വാക്കുകൊണ്ട് ഭഗവാന്റെ നാമം ഉരുവിടുകയും മനസ്സിൽ മറ്റൊന്നായിരിക്കുകയും പ്രവൃത്തി മറ്റൊന്നുമായാൽ ഭക്തനാകാൻ കഴിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തരായി കാണിക്കാം. ബലവത്തായ മനസ്സിനെ നിയന്ത്രിക്കാൻ സദാ എൻ്റെ നാമം ഉരുവിടുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മനസ്സും വാക്കും പ്രവൃത്തിയും എൻ്റെ അർച്ചനയ്ക്കായി ഉപയോഗിക്കാം. ഭക്തനാകാം. ഭക്തനാവുക, ജീവിത വിജയം നേടുക. ജയ് ശ്രീ